നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ജോഹന്ന അന്ന വിനോദ്, CSI ക്രൈസ്റ്റ് ചർച്ച് ഇളംകുളം സഭാംഗമാണ്. ജേർണി ടു ദ സാംസിന്റെ 238 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 119 അധ്യായം 169 വാക്യം മുതൽ 176 വാക്യം വരെയാണ്. 169 170 വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന നിലവിളിയായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രാർത്ഥന തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ എന്നാണ് കാണുവാൻ കഴിയുന്നത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ വലിയ നിലവിളി ഉയരും. ആ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് എന്ന് മാത്രമല്ല, അതിന് ദൈവത്തിന്റെ പക്കൽ നിന്ന് മറുപടി ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് യാചനയുടെ രൂപത്തിലുള്ളതാണ്. എൻ്റെ യാചന തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ എന്നാണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ യാചനയുടെ അനുഭവം ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ പക്കൽ നിന്ന് വിടുതലിന്റെ മറുപടി ഉണ്ടാകും. 171 172 173 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ചട്ടങ്ങളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ചട്ടങ്ങളുടെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേശിക്കപ്പെടുന്നതും അധരങ്ങളിൽ സ്തുതിക്കപ്പെടുന്നതുമാണ്. ദൈവിക കൽപ്പനകളെക്കുറിച്ച് പറയുന്നത് അത് നീതിയായിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുകയും അതിലൂടെ ദൈവത്തിന്റെ കരം തുണയായി ഇരിക്കുന്നതുമാണ്. 174 വാക്യത്തിൽ ദൈവത്തിങ്കൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ എന്ന് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ആ രക്ഷയ്ക്ക് വേണ്ടി വാഞ്ചിച്ച് കാത്തിരിക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നിത്യരക്ഷ ദൈവത്തിങ്കൽ നിന്ന് മാത്രമാണ്. 175 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ എന്നാണ്. എന്തിനു വേണ്ടിയാണ് പ്രാണൻ നിലനിൽക്കേണ്ടത്? ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ നിരന്തരം സ്തുതിക്കുവാൻ ഒരു അനുഭവം ഉണ്ടാവട്ടെ. 176 വാക്യത്തിൽ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്നു. എങ്ങനെ തെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്? കാണാതെ പോയ ആടുകളെ പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു. 100 ആടിൽ നിന്ന് 1 കാണാതെ പോയപ്പോൾ 99 വിട്ടകന്നു. തെറ്റിപ്പോയ ആടിനെ തിരിഞ്ഞുപോയി കണ്ടെത്തി തോളിലേറ്റി മടങ്ങി വരുന്ന ഒരു ഇടയനെ കുറിച്ച് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ഇടയൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ ഇടയൻ നമ്മെ തേടി വരുന്ന ഇടയനാണെന്ന് നമ്മെ തേടി വന്ന് ആ ഇടയന്റെ ആടുകൾ ആക്കിത്തീർത്ത് ദൈവത്തിന് സ്തോത്രം. ആ ഇടയന്റെ കൽപ്പനകളിൽ മറക്കാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.